നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാളികളുടെ പ്രിയ താരം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ. കുടുംബത്തിലെ ആദ്യത്തെ വിവാഹം സുരേഷ് ഗോപി കെങ്കേമമാക്കിയിരുന്നു. ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഭാഗ്യയുടെ വിവാഹം. പിന്നീട് റിസപ്ഷൻ കൊച്ചിയിലും തിരുവനന്തപുരത്തും നടത്തി. തന്റെ സിനിമാ രാഷ്ട്രീയ രംഗത്തെ സുഹൃത്തുക്കൾക്കും മറ്റും പങ്കെടുക്കാനുള്ള സൗകര്യത്തിനായാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി 2 റിസപ്ഷനുകൾ സുരേഷ് ഗോപി സംഘടിപ്പിച്ചത്. സെലിബ്രിറ്റികളുടെ കുടുംബത്തിൽ വിവാഹം നടക്കുമ്പോൾ വധുവിന്റെയും വരന്റെയും വസ്ത്രങ്ങളും ആഭരണങ്ങളും അടക്കം പ്രേക്ഷകർ ശ്രദ്ധ ആകർഷിക്കും. എന്നാൽ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഭാഗ്യയുടെ സഹോദരൻ ഗോകുൽ സുരേഷ് ശ്രേയസിന് ഇട്ടുകൊടുത്ത മാലയാണ്. ഇതേക്കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ. വളരെ പ്രത്യേകതയുള്ള മാലയാണിതെന്നാണ് സംസാരം. പുലി നഖം കൊത്തിയ പഞ്ചലോഹ മാലയാണിതെന്നാണ് റിപ്പോർട്ടുകൾ. വളരെ ഭംഗിയുള്ള, ഏറെ പ്രത്യേകതയുള്ള മാലയാണ് ഗോകുൽ തിരഞ്ഞെടുത്തത്. ഇതിൽ നിന്നും ഗോകുലും ശ്രേയസും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പലരും കമന്റുകളായി പറയുന്നത്. ശ്രേയസും ഗോകുലും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ചെറുപ്പം മുതൽ ഇരു കുടുംബങ്ങളും വലിയ അടുപ്പത്തിലായിരുന്നു എന്നാണ് ഗോകുൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. അനുജത്തിയുടെ ഭർത്താവ് ആകാൻ പോകുന്ന പയ്യൻ എന്നതിനേക്കാൾ ഉപരിയായി ശ്രേയസ് തനിക്ക് അനിയനെ പോലെയാണ്. ഏറെ കാലത്തിന് ശേഷം കുടുംബത്തിൽ ഒരു കല്യാണം വരുന്നതാണ്. അത് ഭംഗിയായി പൂർത്തിയാക്കണം എന്നതാണ് ഒരു മൂത്ത മകനും ജ്യേഷ്ഠനുമായ തന്റെ കടമ. അതേസമയം അനുജത്തി വേറൊരു വീട്ടിൽ പോകുന്നു എന്നൊരു വിഷമമില്ലെന്നും ഗോകുൽ പറഞ്ഞിരുന്നു. ശ്രേയസിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വർഷങ്ങളായി അറിയാം. അതുകൊണ്ട് അവൾ പോകുന്നത് അപരിചിതമായ ഒരു വീട്ടിലേക്കല്ല. അതിനാൽ അത്തരം ടെൻഷനുകൾ ഇല്ലെന്നും അതേസമയം കുടുംബത്തിൽ ഒരു മകൻ കൂടി വരുന്നു എന്നാണ് കരുതുന്നതെന്നും ഗോകുൽ പറയുന്നു. ഒരു നല്ല കാര്യം നടക്കുന്നതിന്റെ സന്തോഷമാണ് എല്ലാവർക്കും. മാവേലിക്കര സ്വദേശികളായ ശ്രേയസും കുടുംബവും തിരുവനന്തപുരത്താണ് താമസം. അച്ഛൻ മോഹൻ എക്സ് മിലിറ്ററിയാണ്. അമ്മ ശ്രീദേവി, 2 സഹോദരിമാരുമുണ്ട്. ശ്രേയസ് വളരെ നാളായി തന്റെയും ഭാഗ്യയുടെയും സുഹൃത്താണെന്നും ഗോകുൽ പറയുന്നു. അച്ഛനെ പോലെ ഒരുപാട് സംസാരിക്കുന്ന ആളാണ് ഭാഗ്യ. പൊതുവെ പെൺകുട്ടികൾ ഒതുങ്ങി ജീവിക്കണം, അധികം സംസാരിക്കാൻ പാടില്ല എന്നൊക്കെയാണല്ലോ പറയാറ്. പക്ഷേ അവൾ അതിനു വിപരീതമാണെന്നും ഗോകുൽ പറയുന്നു. ഭാഗ്യ ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കി അവളെ ഒട്ടും ചേഞ്ച് ചെയ്യാതെ ഇഷ്ടപ്പെട്ട് സ്വീകരിക്കുന്ന കുടുംബമാണ് ശ്രേയസിൻ്റെതെന്നും അതിന്റെ സമാധാനമുണ്ടെന്നും ഗോകുൽ പറഞ്ഞിരുന്നു. ഇതേസമയം ഭാഗ്യയുടെ കല്യാണത്തിനും എല്ലാവരും കാത്തിരുന്നത് താരപുത്രി നവവധുവായി വരുമ്പോഴുള്ള പ്രത്യേകതകൾ കാണാനാണ്. സംഗീത്, മെഹന്തി നൈറ്റ് അടക്കം മകൾക്കായി സുരേഷ് ഗോപി ഒരുക്കിയിരുന്നു. എല്ലാ ഫംഗ്ഷനുകൾക്കും വളരെ വ്യത്യസ്തമായ ലുക്കും വസ്ത്രങ്ങളും ആഭരണങ്ങളുമാണ് ഭാഗ്യ ധരിച്ചത്. അതിൽ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ഭാഗ്യയുടെ കല്യാണ ദിവസത്തെ ലുക്കായിരുന്നു. വളരെ സിമ്പിൾ ലുക്കിലാണ് ഭാഗ്യ എത്തിയത്. പൊതുവെ സെലിബ്രിറ്റി വിവാഹങ്ങൾ നടക്കുമ്പോൾ ആഭരണങ്ങളുടെ അതിപ്രസരം കാണാം. ഇട്ട് മൂടാനുള്ള സ്വത്തുള്ള സുരേഷ് ഗോപിയുടെ മകൾ വിവാഹിതയാകുമ്പോൾ ആഭരണത്തിൽ മുങ്ങിയാകും എത്തുകയെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷെ വളരെ സിമ്പിൾ ആയിരുന്നു. ഒരു ചോക്കർ മാലയും 2 വളയും ഒരു ജോഡി ജിമിക്ക് കമ്മലും മാത്രമാണ് ഭാഗ്യ ധരിച്ചത്. വിവാഹത്തിലേതുപോലെ തന്നെ വിവാഹ സൽക്കാരത്തിന് അണിഞ്ഞിരുന്ന ഭാഗ്യയുടെ വസ്ത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ബോളിവുഡിലെ പ്രശസ്ത സെലിബ്രിറ്റി ഫാഷൻ ഡിസൈനർ മനീഷ് മൽഹോത്ര ഡിസൈൻ ചെയ്ത വൈറ്റ് ലെഹങ്കയാണ് ഭാഗ്യ വിവാഹ സൽക്കാരത്തിന് ധരിച്ചത്. ചിക്കൻകാരി വർക്കുകളും എംബ്രോയിഡറി വർക്കുകളും കൊണ്ടും മനോഹരമാണ് ലെഹങ്ക. വിവാഹ ദിവസം ഭാഗ്യ ധരിച്ച സെറ്റും മുണ്ടും വരൻ ശ്രേയസ് ധരിച്ച മുണ്ടും തോൾമുണ്ടും കുർത്തയും ഡിസൈൻ ചെയ്തത് ബിഗ് ബോസ് ഫെയിം ശോഭ വിശ്വനാഥാണ്. ശ്രേയസിന്റെ തോൾമുണ്ടിൽ ശംഖാണ് നെയ്തെടുത്തിരിക്കുന്നത്. മുഴുവനായും കസവ് കൊണ്ട് ശംഖ് നെയ്തെടുത്തത്. തിരുവനന്തപുരത്ത് നടന്ന വിവാഹ സൽക്കാരത്തിൽ ഭാഗ്യയ്ക്കായി സാരി ഡിസൈൻ ചെയ്തതും ശോഭയാണ്. റാണി പിങ്ക് സാരിയാണ് താരം ധരിച്ചിരുന്നത്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.